കുട്ടനാടൻ പെൺകിളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൻ്റെ വീടിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇവിടെ നോക്കിയാൽ ഞാൻ കാണുന്നത് ബോഗൺവില്ലയാണ്, പിന്നെ വട്ടക്കായലും. ഈ സമയമാകുമ്പം ഹൗസ് ബോട്ടൊക്കെ വന്ന് അടുക്കുന്ന സമയമാണ്. എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് ഹൗസ് ബോട്ടൊക്കെ ഇടുന്ന സ്ഥലമുണ്ട്. പിന്നെ ഇത് കാണുന്ന ടെർമിനലാണ്. ടെർമിനൽ അങ്ങ് അക്കരയിലാണ് കേട്ടോ, പക്ഷേ നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ട് കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു റിസോർട്ടൊക്കെ നമുക്ക് ഇവിടുന്ന് ചെറുതായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തിരുന്നൊരു ഹൗസ് ബോട്ടാണ്. പൗർണമി എന്നാണ് പേര്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഹൗസ് ബോട്ട് ഇല്ലായിരുന്നു, ഇന്നാണെന്ന് വന്നത്. അതിൻ്റെ അപ്പുറത്തും ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട്. അല്ലാതെ വീടുകളൊക്കെ അങ്ങോട്ട് മാറിയ. എൻ്റെ അമ്മ ഇവിടെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ വൈകുന്നേര സമയത്ത് ഇവിടെ ഒരു കസേരയുണ്ട്, അവിടെ ഇരിക്കും. ഞങ്ങളുടെ പഴയ ഫ്രിഡ്ജാണ്. പുതിയ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ പഴയ ഫ്രിഡ്ജ് എടുത്ത് വെളിയിൽ വെച്ചിരിക്കും. കസേരയിലിരിക്കും. ഞാനിപ്പം അകത്ത് പോയിട്ട് ചായ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ചായ ഇവിടെ വെച്ച് കുടിക്കും നമ്മൾ വൈകുന്നേരം. ഇവിടെ കുറച്ച് നേരം ഇരിക്കും വൈകുന്നേര സമയത്ത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഒരു വീടുണ്ട് കേട്ടോ. അവിടെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ ആൾക്കാരുണ്ട്. പിന്നെ അങ്ങോട്ട് കുറേ പോയി കഴിഞ്ഞാൽ ആ വീട്. ഇവിടെ ഇങ്ങനെ കാടാണെങ്കിൽ ചെറിയൊരു വഴിയുണ്ട്. ഈ വഴി കൂടെ നടന്ന് നമ്മൾ പോകാറുണ്ട്. ഈ വഴി കൂടെ നടന്നാണ് നമ്മൾ വലിയരിച്ചിറ ബോട്ടിയേറ്റി പോകുന്നത്. പിന്നെ അതൊരു തുരുത്താണ്. ആ തുരുത്തിലാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടപ്പം കാണിച്ചായിരുന്നു ഈ തുരുത്ത്. പിന്നെ ഫുൾ ഇവിടെ കാണുന്നത് വട്ടക്കായലാണ്. ഇത് ഞങ്ങളുടെ അക്കരയുള്ള ബോട്ടിയേറ്റിയാണ്. ഈ ബോട്ടിയേറ്റിൽ നിന്നും ബോട്ട് കയറി പോകാം. ഞങ്ങൾ വള്ളത്തെ അക്കരയിൽ പോയി പോകാറുണ്ട്. പിന്നെ ഇപ്പോൾ ഈ സമയമാകുമ്പോൾ ഹൗസ് ബോട്ടൊക്കെ വരുന്ന സമയമാണ്. ഹൗസ് ബോട്ടൊക്കെ രാത്രിയിൽ ഇടുന്ന സമയം. ഒരു വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ തോട്ട് സൈഡിലുള്ളവരൊക്കെ ഉണ്ടല്ലോ, തോട്ടിൽ ചൂണ്ടയിടും. അപ്പം അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചേച്ചി ചൂണ്ടയിടുന്നതാണ്. പിന്നെ അക്കരയിലൊക്കെ വീടുകളുണ്ട്, അടുപ്പിച്ച് വീടുകളുണ്ട്. അങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇക്കരയിലില്ല. ഈ വഴി കൂടെ നടക്കാൻ പറ്റും. ഞങ്ങൾ ഈ വഴി കൂടെ നടക്കാറുണ്ട്. ഇത് തോടാണ്. ഈ തോടിറങ്ങിയാണ് നമ്മൾ ആലപ്പുഴയിലൊക്കെ പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാടാണ്. ചെറിയൊരു വഴിയേ ഉള്ളൂ. ഞങ്ങളുടെ വൈകുന്നേരം ഇങ്ങനെയൊക്കെയാണ്. ചൂണ്ടയിടുമായിരുന്നു നേരത്തെ, ഇപ്പോൾ എടുത്തില്ല. ഹൗസ് ബോട്ടൊക്കെ വരുന്നത് കാണാൻ പറ്റും. ഈ വഴി കൂടെ നമ്മൾ മീനൊക്കെ മേടിക്കുമ്പോൾ മീൻകാർ വരുന്നതും നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്ന ആൾക്കാരൊക്കെ വരുന്നത് ഈ തോട്ടിൽ കൂടെ. നമ്മുടെ പോസ്റ്റ്മാനൊക്കെ വരുന്ന ഈ തോട്ടിൽ കൂടെ ആയിരുന്നു. ഇതാണ് വൈകുന്നേരം നമ്മളെ കായൽ. ഇവിടെ അവിടെയും ഒരു റിസോർട്ടുണ്ട്. ആ വരുന്നത് ഗസ്റ്റിനെയും കൊണ്ടുള്ളൊരു വള്ളമാണ്. അപ്പം അവിടെ ഒരു തോടുണ്ട്. അപ്പോൾ അവിടെ കുറേ വള്ളങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഗസ്റ്റിനെ ടെർമിനലിലേക്ക് കൊണ്ടുവരാൻ ഇഷ്ടം പോലെ വള്ളം വരും. അപ്പം അങ്ങനെ വരുന്നൊരു വള്ളമാണ് അത്. ഇവിടെ ഞാൻ നോക്കുമ്പോഴാണ് കുറേ തൊട്ടാവാടി ഇരിക്കുന്നു. തൊട്ടാവാടിയൊക്കെ ഇപ്പോൾ ഉണ്ടോ? ഇവിടെ ഉണ്ട് കേട്ടോ തൊട്ടാവാടി. ഇത് ശിക്കാരവള്ളം പോവാണ്. ഞാൻ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് നടന്നപ്പോൾ ഇവിടെ മരമുണ്ട് കേട്ടോ. ഇവിടെ മരം, ഇത് കരകം എന്നാണ് പറയുന്നത്. വേറെ നാട്ടിൽ ഇനി ഏതും വല്ലതും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ കരകം എന്നാണ് പറയുന്നത്. കരകം പിടിച്ച് കിടക്കുക ഇവിടെ. ഇതേ പൗർണമിയല്ലേ പോകുന്നത്.
പൗർണമി ഹൗസ് ബോട്ട് ഇവിടെ അടുപ്പിച്ചിട്ട് അക്കരയിലോട്ട് പോകും, അവിടെ അടുപ്പിക്കാറുണ്ട്. ഇപ്പം ആ വരുന്ന ഹൗസ് ബോട്ട് പഴയ ഹൗസ് ബോട്ട് പോലത്തെ ഹൗസ് ബോട്ടാണ്.